നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെനസ്വേലിയൻ ഗുണ്ടാ സംഘങ്ങളെ നാടുകടത്താനുള്ള തീരുമാനം ന്യായീകരിച്ച് ട്രംപ്. ഫെഡറൽ ജഡ്ജിയുടെ അധികാര പരിധിക്ക് പുറത്തേക്കാണ് വിമാനങ്ങൾ പറന്നതെന്നും വൈറ്റ് ഹൌസ്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ഉത്തരവാദിത്വം അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ച അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ കേന്ദ്രത്തിൽ നിന്നും ട്രംപ് ഭരണകൂടം പിന്മാറി. US സഹായമില്ലാതെ ഉക്രൈൻ പിന്തുണയ്ക്കാൻ യോഗം ചേരാനൊരുങ്ങി സഖ്യകക്ഷി സൈനിക മേധാവികൾ. തീരുമാനം യൂറോപ്യൻ രാജ്യ നേതാക്കളുമായി സ്റ്റാമർ നടത്തിയ ടെലി കോൺഫറൻസിന് പിന്നാലെ. ഉത്തര കൊറിയയും ചൈനയും ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കാനൊരുങ്ങി ജപ്പാൻ. ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം 200 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ. ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഹൂതികൾ ആക്രമിച്ചാൽ ഇറാൻ ഉത്തരവാദിയാകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹൂതി കേന്ദ്രങ്ങളിലെ US വ്യോമാക്രമണങ്ങൾ 53 പേർ കൊല്ലപ്പെട്ടു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി അൽ മക്തൂം റമദാനോട് അനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻവയോൺമെന്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 47.5 കോടിയോളം രൂപ പദ്ധതിക്ക് നൽകി യൂസഫ് അലി. വാർത്തകൾ വിശദമായി. വെനസ്വേലിയൻ ഗുണ്ടാ സംഘങ്ങളെ നാടുകടത്താനുള്ള തീരുമാനം മരവിപ്പിച്ച് വിമാനങ്ങൾ തിരികെ വിളിക്കാൻ ഉത്തരവിട്ട് ഫെഡറൽ ജഡ്ജിയോട് ന്യായീകരണവുമായി ട്രംപ് ഭരണകൂടം. വാഷിംഗ്ടണിലെ ചീഫ് US ഡിസ്ട്രിക്ട് ജഡ്ജി ജെയിംസ് ബോസ്ബർഗൻ തന്റെ ഔപചാരിക ഉത്തരവിൽ ആ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് ഭരണകൂടത്തിന്റെ ഒരു ന്യായം. വിമാനങ്ങൾ അന്താരാഷ്ട്ര വ്യോമാതിർത്തി പ്രവേശിപ്പിച്ച നിമിഷം വിമാനങ്ങൾ തിരികെ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ അധികാരം അപ്രത്യക്ഷമായി എന്നും US ഭരണകൂടം പറഞ്ഞു. വ്ളാഡിമിർ പുടിനെ അനുകൂലിക്കുന്ന നിലപാട് ശക്തമാകുന്നതിന്റെ ഭാഗമായി യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ഉത്തരവാദിത്വം അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ച അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ കേന്ദ്രത്തിൽ നിന്നും ട്രംപ് ഭരണകൂടം പിന്മാറുന്നു. 2022 അധിനിവേശത്തിനും തുടർന്നുള്ള റഷ്യൻ സൈന്യം നടത്തിയ കുറ്റകൃത്യങ്ങൾക്കും റഷ്യയുടെ പ്രസിഡന്റ് പുടിനെ ഉത്തരവാദിയാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് അന്നത്തെ ബൈഡൻ ഭരണകൂടം അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ കേന്ദ്രങ്ങൾ പങ്കാളിയായത്. ഇപ്പോൾ 2 വർഷത്തിനു ശേഷം ഉക്രൈനിലെ ആക്രമണ കുറ്റകൃത്യങ്ങൾക്കെതിരായ അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ കേന്ദ്രത്തിൽ നിന്നും പിന്മാറുകയാണെന്നും നീതിന്യായ വകുപ്പ് അറിയിച്ചു. അന്താരാഷ്ട്ര നിയമപ്രകാരം ആക്രമണമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ റഷ്യയുടെ ബെലാറസ്, ഉത്തര കൊറിയ, ഇറാൻ എന്നിവിടങ്ങളിലെ റഷ്യയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കളെ ഉത്തരവാദികളാക്കുന്നതിനാണ് കേന്ദ്രം സ്ഥാപിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഉക്രൈനിയൻകാരെ പിന്തുണയ്ക്കാൻ USന്റെ സഹായമില്ലാതെ സന്നദ്ധ സഖ്യത്തിന് എങ്ങനെ സൈന്യത്തെ അയക്കാമെന്ന് ആസൂത്രണം ചെയ്യാൻ ഉക്രൈന്റെ സഖ്യകക്ഷി സൈനിക മേധാവികൾ വ്യാഴാഴ്ച UKയിൽ യോഗം ചേരും. അത്തരമൊരു സഖ്യത്തിൽ 30-ലധികം രാജ്യങ്ങൾ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ഓഫീസ് തിങ്കളാഴ്ച പറഞ്ഞു. ഇത് ഒരു പ്രധാന ശക്തിയായിരിക്കുമെന്നും രാജ്യങ്ങൾ ഗണ്യമായ സൈനികരെ നൽകുമെന്നും ഒരു വക്താവ് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കാനഡ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് നേതാക്കളുമായി സ്റ്റാർമർ ഒരു ടെലികോൺഫറൻസ് നടത്തിയതിനു ശേഷമാണ് സൈനിക മേധാവികളുടെ യോഗം നടക്കുക. കാനഡ യൂറോപ്യൻ ഇതര രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച യൂറോപ്യൻ രാജ്യമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് തന്റെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും നേരെ നടത്തുന്ന ആക്രമണങ്ങളെ നേരിടാൻ ശക്തമായ സഖ്യങ്ങൾ തേടുകയാണ് ഫ്രാൻസിലേക്കും UKയിലേക്കുമുള്ള ആദ്യ വിദേശയാത്രയിലൂടെ മാർക്ക് കാർണി. US പ്രസിഡന്റിനെ പേരെടുത്ത് പരാമർശിക്കാതെ സാമ്പത്തിക ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്കെതിരെ ഐക്യ നിലപാട് പ്രകടിപ്പിക്കാൻ കാർണിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസിൽ സംയുക്തമായി ആഹ്വാനം ചെയ്തു. കാനഡ ഒരു അതുല്യ സുഹൃത്താണ് എന്നും ന്യായമായ വ്യാപാരം താരിഫുകളേക്കാൾ ഫലപ്രദമാണ് എന്നും മാക്രോൺ പറഞ്ഞു. സുരക്ഷാ കരാറുകളോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിനെക്കുറിച്ചും പ്രാദേശിക സംഘർഷങ്ങൾ തുടരുന്നതിനെക്കുറിച്ചുമുള്ള ആശങ്കകൾക്കിടയിലും ജപ്പാൻ തങ്ങളുടെ തെക്കൻ ദ്വീപായ ക്യൂഷുവിൽ ഉത്തര കൊറിയയിലെയും ചൈനയുടെയും ആക്രമണങ്ങളെ തടയാൻ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കാൻ പദ്ധതിയിടുന്നു. ഏകദേശം 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് ഉത്തര കൊറിയയിലെയും ചൈനയുടെയും തീരപ്രദേശ മേഖലകളിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയും. തന്ത്രപരമായ പ്രധാനപ്പെട്ട ഒകിനാവ ദ്വീപ് ശൃംഖലയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുവാനും ജപ്പാന്റെ പ്രതിരോധ ശേഷികൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമാകുവാനും വിന്യാസം സഹായിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ കുറഞ്ഞത് 200 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേൽ ആക്രമണങ്ങൾ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ജനുവരിയിൽ പോരാട്ടം നിർത്തിവെച്ച വെടിനിർത്തൽ നീട്ടുന്നതിനെ ചൊല്ലി ആഴ്ചകൾ നീണ്ട ചർച്ചകൾ ഇതോടെ സ്തംഭിച്ചു.
വടക്കൻ ഗാസ, ഗാസ സിറ്റി, മധ്യ തെക്കൻ ഗാസ മുനമ്പിലെ ദെയ്ദർ അൽ ബലാഹ്, ഖാൻ യൂനിസ്, റാഫ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മരിച്ചവരിൽ പലരും കുട്ടികളാണെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡസൻ കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി പറഞ്ഞ ഇസ്രയേൽ സൈന്യം ആവശ്യമുള്ളിടത്തോളം കാലം ആക്രമണം തുടരുമെന്നും വ്യോമാക്രമണങ്ങൾക്കപ്പുറത്തേക്ക് പോരാട്ടം വ്യാപിപ്പിക്കുമെന്നും പറഞ്ഞു. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കിയതായും ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട 59 ബന്ദികളുടെ വിധി അനിശ്ചിതത്വത്തിലാണെന്നും ഹമാസ് വ്യക്തമാക്കി. യെമനിൽ ടെഹ്റാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ യുഎസിനെയും മറ്റ് വിദേശ കപ്പലുകളിൽ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാന് നേരിട്ട് ഉത്തരവാദിയാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടയും ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നുമുള്ള വെടിവെപ്പായി കണക്കാക്കും. അതിന് ഇറാൻ ഉത്തരവാദികളായിരിക്കും. അതിന്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്നും ട്രംപ് തിങ്കളാഴ്ച തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു. ഹൂതി കേന്ദ്രങ്ങളിലെ യുഎസ് വ്യോമാക്രമണത്തിൽ കുറഞ്ഞതും 53 പേർ കൊല്ലപ്പെട്ടു. ഹോണ്ടുറാസ് തീരത്ത് ഹോണ്ടുറാൻ എയർലൈൻസ് തകർന്നുണ്ടായ അപകടത്തിൽ 6 യാത്രക്കാർ മരിച്ചു. 8 പേരെ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. ഹോണ്ടുറാൻ എയർലൈൻസ് റോട്ടൺ ദ്വീപിൽ നിന്നും പറന്നുയർന്ന ഉടൻ കടലിൽ തകർന്നു വീഴുകയായിരുന്നു. വിമാനം കടലിൽ വീണതിനാൽ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടാണെന്നും പോലീസ് മേധാവി ലിസാൻഡ്രോ മുസോ നോട്ടിസീറോ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹോണ്ടുറാൻ എയർലൈൻസിൽ ലാൻസ നടത്തുന്ന ജസ്റ്റ് സ്ട്രീം വിമാനത്തിൽ 3 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 17 പേർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഉക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ കഴിഞ്ഞയാഴ്ച കാനഡയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ G7 വിദേശകാര്യ മന്ത്രിമാർക്ക് പൊതുവായ നിലപാട് കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി എംപിമാരോട് പറഞ്ഞു. വെടിനിർത്തൽ വാഗ്ദാനം ഇപ്പോൾ ചർച്ചയിലുണ്ടെന്നും സമാധാനത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പ്രസിഡന്റ് പുടിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് പുടിനാണ്. ഉത്തരം നൽകേണ്ടത് പുടിൻ തന്നെയാണെന്നും പുടിൻ സമാധാനത്തെക്കുറിച്ച് ഗൗരവമുള്ള ആളാണോ എന്നും ലാമി ചോദിച്ചു. ബക്കിംഗ്ഹാം കൊട്ടാരം സന്ദർശിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് ചാൾസ് രാജാവ് ഊഷ്മളമായ സ്വീകരണം നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഭീഷണി നേരിടുന്ന കാനഡയ്ക്കുള്ള പിന്തുണയുടെ പ്രതീകാത്മകമായ പ്രകടനമായിരുന്നു സ്വീകരണം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് 30 മിനിറ്റ് സംഭാഷണത്തിന് ശേഷം രാജാവ് പറഞ്ഞു. കാനഡയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാനഡ സന്ദർശനം തന്റെ ഒരു മുൻഗണനയായിരിക്കുമെന്നും ചാൾസ് രാജാവ് സൂചന നൽകി. UAEയിലെ ഫെഡറൽ സർക്കാർ മേഖലയ്ക്ക് ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ചയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് അവധി സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. റംസാന് ശേഷമുള്ള അറബി മാസമായ ശവ്വാൽ 1 മുതൽ 3 വരെയാണ് സർക്കാർ മേഖലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റമദാനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻവയോൺമെന്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലിലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 47.5 കോടിയോളം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി യൂസഫ് അലി നൽകിയത്. ലോകമെങ്ങും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും അർഹരായവരുടെയും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന എന്ന വലിയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നത് ഏറെ സന്തോഷമുണ്ടെന്നും വിശുദ്ധ മാസത്തിൽ പിതാക്കന്മാർക്ക് നൽകുന്ന ഏറ്റവും മികച്ച ആദരമാണ് ഇതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. തുടർച്ചയായി 6 മാസം പ്രവർത്തിക്കാത്ത വാണിജ്യ ലൈസൻസുകൾ റദ്ദാക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ ചേർക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം പദ്ധതിയിടുന്നതായി പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുടക്കം മുതൽ ഉപയോഗത്തിലില്ലാത്തതോ ഒരു ജോലിയും ഏർപ്പെട്ടിട്ടില്ലാത്തതോ ആയ ധാരാളം ലൈസൻസുകൾ പരിഗണിച്ചതിനു ശേഷം ഈ നിയമം കർശനമായി നടപ്പാക്കുമെന്നും സ്രോതസ്സുകൾ സൂചിപ്പിച്ചു. ഏപ്രിൽ ആദ്യം മുതൽ വാരാന്ത്യങ്ങളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും ഇന്റർ പാർട്ടിസിപ്പന്റ് പേയ്മെന്റുകൾക്ക് ഓട്ടോമേറ്റഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, കുവൈറ്റ് ഇലക്ട്രോണിക് ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റം എന്നിവ പ്രവർത്തിപ്പിക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പ്രാദേശിക ബാങ്കുകൾക്ക് സർക്കുലർ നൽകി. ബാങ്കിംഗ് മേഖലയുടെ സാമ്പത്തിക സേവനങ്ങളുടെ ഗുണനിലവാരവും സുസ്ഥിരതയും ഉറപ്പാക്കുവാൻ ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനുമുള്ള സെൻട്രൽ ബാങ്കിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. RSS വർഷപ്രതിപദ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തും. RSS 100 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നാഗ്പൂരിൽ എത്തുന്നത്. മാർച്ച് 30-ന് നടക്കുന്ന പരിപാടിയിൽ മോദിക്കും ഭാഗവതിനും ഒപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ആചാര്യ ഗോവിന്ദ് ഗിരി മഹാരാജ്, അവധേശ് ആനന്ദ്, നാഗ്പൂരിന്റെ ഗാർഡിയൻ മന്ത്രി ചന്ദ്രശേഖർ ബവൻകുലെ എന്നിവരും വേദിയിൽ പങ്കെടുക്കും. തന്റെ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകിയ RSS ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഐഫോണിന് പിന്നാലെ ഇന്ത്യൻ എയർപോഡുകളും കടൽ കടക്കാൻ ഒരുങ്ങുന്നു. അമേരിക്കൻ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ നിർമ്മിച്ച എയർപോഡുകളാണ് കയറ്റുമതി ചെയ്യുന്നത്. ഏപ്രിൽ മുതൽ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ആരംഭിക്കും. ആപ്പിളിന് വേണ്ടി ഫോക്സ്കോണിന്റെ ഹൈദരാബാദ് യൂണിറ്റിലാണ് എയർപോഡുകൾ നിർമ്മിക്കുന്നത്.
ഇനി കേരള ഹൈലൈറ്റ്സ്. അഴിമതിരഹിത തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യത്തിനായി അഴിമതിക്കെതിരെ പരാതി നൽകുവാനുള്ള സിംഗിൾ വാട്സപ്പ് നമ്പർ പുറത്തിറക്കി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ്. 8078066060 എന്ന നമ്പർ ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്ത് ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായി ഓൺലൈനാക്കി മാറ്റുന്ന സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നവീന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ നവീകരണം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഏപ്രിൽ 10 മുതൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ത്രിതല പഞ്ചായത്തുകളിലും സോഫ്റ്റ്വെയർ വിന്യസിക്കും. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായും ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന വിഷയം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികൾക്കായി നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലും കാലോചിതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും സർക്കാർ ഊന്നൽ നൽകി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. TV ഇബ്രാഹിമിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ലോകത്തെ എമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക, പരാതികൾ പരിഹരിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, മടങ്ങിയെത്തുന്നവരെ പുനരധിവസിപ്പിക്കുക, സംസ്ഥാനത്തെ പ്രവാസി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നോർക്ക വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നോർക്ക റൂട്ട്സ്, കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവ മുഖാന്തരം പ്രവാസികൾക്കായി സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തിരിച്ചെത്തിയവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായ പദ്ധതി, സാന്ത്വനം പ്രവാസി പുനരധിവാസ പദ്ധതിയായ NDPREM, പ്രവാസികളുടെ ഏകോപന പുനഃസംയോജന പദ്ധതിയായ പ്രവാസി ഭദ്രത, തൊഴിൽ പോർട്ടൽ, നോർക്ക വാണിജ്യ കേന്ദ്രം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ഉള്ളത്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്ത് അംശാദായം അടയ്ക്കുന്നവർക്കാണ് ബോർഡിൽ നിന്നും ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്. നിലവിൽ 8 ലക്ഷത്തോളം അംഗങ്ങളും 70,000-ഓളം പെൻഷൻകാരുമാണുള്ളത്. കൂടാതെ പ്രതിമാസം 8,000-ഓളം പ്രവാസികൾ പുതുതായി അംഗത്വത്തിന് അപേക്ഷിക്കുകയും 2,000-ഓളം പേർ പുതുതായി പെൻഷൻ അർഹത നേടുകയും ചെയ്തിട്ടുണ്ട്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 112.54 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.74 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 94.61 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.30 US ഡോളർ. ഇനി സ്പോർട്സ്. IPL-ഒരുങ്ങുന്ന രാജസ്ഥാൻ റോയൽസിന് സന്തോഷ വാർത്ത. പരിക്കിൽ നിന്നും മുക്തരായ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഓപ്പണർ യശസ്വി ജയ്സ്വാളും രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരത്തിൽ കളിക്കും. മാർച്ച് 23-ന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് എതിരെയാണ് സീസണിൽ രാജസ്ഥാന്റെ ആദ്യ മത്സരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയ്ക്കിടെ വലതു കൈയിൽ ചൂണ്ടുവിരലിന് പരിക്കേറ്റ നായകൻ സഞ്ജു സാംസൺ ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ ചികിത്സയിലായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെനസ്വേലിയൻ ഗുണ്ടാ സംഘങ്ങളെ നാടുകടത്താനുള്ള തീരുമാനം ന്യായീകരിച്ച് ട്രംപ്. ഫെഡറൽ ജഡ്ജിയുടെ അധികാര പരിധിക്ക് പുറത്തേക്കാണ് വിമാനങ്ങൾ പറന്നതെന്നും വൈറ്റ് ഹൌസ്. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ഉത്തരവാദിത്വം അന്വേഷിക്കുന്നതിനായി രൂപീകരിച്ച അന്താരാഷ്ട്ര പ്രോസിക്യൂഷൻ കേന്ദ്രത്തിൽ നിന്നും ട്രംപ് ഭരണകൂടം പിന്മാറി. US സഹായമില്ലാതെ ഉക്രൈൻ പിന്തുണയ്ക്കാൻ യോഗം ചേരാനൊരുങ്ങി സഖ്യകക്ഷി സൈനിക മേധാവികൾ. തീരുമാനം യൂറോപ്യൻ രാജ്യ നേതാക്കളുമായി സ്റ്റാമർ നടത്തിയ ടെലി കോൺഫറൻസിന് പിന്നാലെ. ഉത്തര കൊറിയയും ചൈനയും ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കാനൊരുങ്ങി ജപ്പാൻ. ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം, 200 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ. ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഹൂതികൾ ആക്രമിച്ചാൽ ഇറാൻ ഉത്തരവാദിയാകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹൂതി കേന്ദ്രങ്ങളിലെ US വ്യോമാക്രമണങ്ങളിൽ 53 പേർ കൊല്ലപ്പെട്ടു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി അൽ മക്തൂം റമദാനോട് അനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഫാദേഴ്സ് എൻവയോൺമെന്റ് പദ്ധതിക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 47.5 കോടിയോളം രൂപ പദ്ധതിക്ക് നൽകി യൂസഫ് അലി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.